Hello everyone. Good evening. First of all, I will introduce myself. I am Kashmila from Kunnankulam, Thrissur. Okay, and I am a teacher and also at the same time working as a psychologist. നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് ഇയറിന് ഞാൻ ഡീൽ ചെയ്യുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് സ്പാൻ സൈക്കോളജി ആണ്. ആൻഡ് ഒരു പേപ്പറും കൂടി ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, ഇങ്ങനെ രണ്ട് പേപ്പേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ആൻഡ് ഓൾറെഡി നിങ്ങൾക്കൊരു വീഡിയോ റിലേറ്റഡ് ടു എവറി പേപ്പർ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ലൈവ് ക്ലാസ്സിൽ വരുന്നത് ഡിസ്കഷൻ ആണ്. ഓക്കെ, അതായത് എവറി ഡേ നമ്മൾ 1 ബ്ലോക്ക് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ഈ ഓരോ പേപ്പറിലും മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്, കാരണം നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഡൗട്ട്സ് ഉണ്ടാകും. ചിലപ്പോ ചിലര് ഡയറക്ട്ലി വേറെ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് സൈക്കോളജിയിൽ നിന്ന് വന്നവരായിരിക്കാം. ചിലപ്പോൾ സൈക്കോളജിയുടെ ഒരു ബേസിക് ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോ ഒരു പുതിയ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകളും ആകുലതകളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് നമുക്കിപ്പോ ഈ ഒരു ഷോർട്ട് ക്ലാസിന്റെ ഉദ്ദേശം. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതായത് നമുക്ക് അത്യാവശ്യം മനുഷ്യരുമായിട്ട് ഇടപഴകാൻ അവരുടെ ഒരു മനഃശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ സക്സസ്ഫുൾ ആകാനൊക്കെ സൈക്കോളജി നമ്മളെ നന്നായി സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ടെൻഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു താല്പര്യത്തോടു കൂടി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ പേപ്പേഴ്സിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ലൈഫ് സ്പാൻ സൈക്കോളജി ആണ്. ആൻഡ് ദ കോഡ് ഓഫ് ദ കോഴ്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് ദ സബ്ജക്ട് പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് MPC002. അപ്പൊ ആ ഒരു പേപ്പറിന്റെ പേരിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലൈഫ് സ്പാൻ സൈക്കോളജി. അതായത് ഒരു മനുഷ്യൻ ജന്മം എടുക്കുന്നത് മുതൽ അവന്റെ മരണം വരെയുള്ള ആ ഒരു സ്റ്റേജസ് അതാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെയാണ്, അല്ലെ? അപ്പൊ ഈ ജനനം മുതൽ മരണം വരെ നമ്മൾ പല സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെയാണ് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പഠിക്കുന്നത്. അതായത് വാട്ട് ഈസ് ലൈഫ് സ്പാൻ സൈക്കോളജി, അല്ലെങ്കിൽ വാട്ട് ഈസ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇനി ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസും ഏതൊക്കെയാണ്, ലൈക്ക് പ്രീനേറ്റൽ പീരിയഡ്, ചൈൽഡ്ഹുഡ്, അഡോളസെന്റ്, അഡൽട്ട്, ഓൾഡ് ഏജ് ആൻഡ് ലാസ്റ്റ് ഡെത്ത്, അല്ലെ? ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. ലൈക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, അതായത് സൈക്കോ മോട്ടോർ ഡെവലപ്മെന്റ്, ദെൻ സൈക്കോളജിക്കൽ, കോഗ്നീറ്റീവ് ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഓരോരോ ഡെവലപ്മെന്റും ഓരോ സ്റ്റേജിലും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഡെവലപ്മെന്റിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു സ്റ്റേജ് കവർ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഫന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഈ ചൈൽഡ്ഹുഡിൽ ഈ ഓരോ ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട്. ആ ഒരു കുട്ടിയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫറെന്റ് അപ്രോച്ചസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്, കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച്, അങ്ങനെ പലതരത്തിലുള്ള അപ്രോച്ചുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് ടു ഡിഫറെന്റ് സ്റ്റേജസ്, ഓരോ സ്റ്റേജസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ദെൻ ഏജിങ്,
പിന്നെ നമുക്ക് ഏജിങ് ആവുന്നത് ടു ഡെത്ത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഈ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന പേപ്പർ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി ആണ്. MPC 004 ആണ്. അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി. ഫസ്റ്റ് നമ്മൾ അതിന്റെ നേച്ചർ ആൻഡ് കോൺസെപ്റ്റ്, ദെൻ സോഷ്യൽ സൈക്കോളജി, അതിന്റെ സ്കോപ്പ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമുക്കറിയാം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രിജുഡിസസ് ഉണ്ടാകും, ദെൻ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകും. സോ ഇതൊക്കെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ വാട്ട് ഇസ് എ ഗ്രൂപ്പ്, എന്താണ് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ്, ആൻഡ് പലതരത്തിലുള്ള അപ്രോച്ചസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റർ അപ്രോച്ച് അല്ലെങ്കിൽ ഇൻട്രാ അപ്രോച്ചസ്, അതായത് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഇൻട്രാ ഡിസിപ്ലിനറി അപ്രോച്ച്. അതുപോലെ തന്നെ ഡിഫറെന്റ് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇംപ്രഷൻ ഫോർമേഷൻ, സ്കീമ, പ്രോട്ടോടൈപ്പ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്കും ഒത്തിരി ഡെവലപ്മെന്റിനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പൊ സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ ഒരു സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കും ചിലപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ സോഷ്യൽ സൈക്കോളജി എന്ന പേപ്പറിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ 4 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഒന്ന് സൈക്കോ പാത്തോളജി എന്ന് പറയുന്ന പേപ്പർ, പിന്നെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ, ദെൻ സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പർ, ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന 4th പേപ്പർ. ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓരോ പേപ്പറിലും 4 ബ്ലോക്കുകളാണുള്ളത്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ്സ് അങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെ സൈക്കോ പാത്തോളജി എന്ന് പറയുമ്പോൾ പേപ്പറിന്റെ കോഡ് വരുന്നത് MPCE 011 ആണ്. സോ അതിന്റെ അകത്ത് നമുക്കറിയാം സൈക്കോ പാത്തോളജി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്, ഒരു ഡിസോർഡർ അല്ലെങ്കിൽ നമുക്കൊരു ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ, അതിന്റെ സിംറ്റംസ് എങ്ങനെ, അതിന്റെ ഡയഗ്നോസിസ്, അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് അതിന്റെ കോസസ്. അതായത് കോസസ് എന്ന് പറയുമ്പോൾ സൈക്കോ സോഷ്യൽ കോസസ്, സോഷ്യൽ കൾച്ചറൽ കോസസ്, അങ്ങനെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഒരു ഡിസോർഡർ എടുത്താൽ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജനറൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ ഫസ്റ്റ് തന്നെ നിങ്ങൾ അതിന്റെ സിംറ്റംസ് പഠിക്കണം. ദെൻ സിംറ്റംസ്, പിന്നെ അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ഡയഗ്നോസ് ചെയ്താൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഓക്കെ, അത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഓരോന്നിനും ആ ഒരു ഓർഡറിൽ നമ്മൾ ഒരു ഡിസോർഡർ പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ADHD, ദെൻ ഫോബിയ, ഡെലൂഷൻ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇങ്ങനെ പാനിക് അറ്റാക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈക്കോ പാത്തോളജി എന്ന് പറയുന്നതിലാണ് നമ്മൾ മെയിൻ ആയിട്ടും സൈക്കോളജിക്കൽ ഡിസോർഡറിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പേപ്പറാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ. ദാറ്റ് ഇസ് MPCE 012 എന്ന് പറയുന്ന പേപ്പറാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്. ഇതിനകത്ത് നമുക്ക് സൈക്കോളജിക്കൽ അസസ്മെന്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അസസ്മെന്റുകൾ നടത്തുന്നത്, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്, ദെൻ മെമ്മറി, നമ്മൾ എന്താണ് മെമ്മറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഏതൊക്കെയാണ്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്താണ്, അതെങ്ങനെയാണ് നടത്തുന്നത്, APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ. അതായത് നമ്മൾ അസസ്മെന്റ് നടത്താൻ നമ്മൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിലാണ്. പിന്നെ നമുക്ക് വരുന്നത് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അതായത് MPCE 013 എന്ന് പറയുന്ന പേപ്പർ. ഇതൊക്കെ സെക്കൻഡ് ഇയറിൽ വരുന്ന പേപ്പറാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇന്റർപേഴ്സണൽ സൈക്കോ തെറാപ്പി, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെറാപ്പീസിനെ കുറിച്ചാണ്. അതായത് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണല്ലോ,
അപ്പൊ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെറാപ്പീസിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്റർപേഴ്സണൽ തെറാപ്പി വരുന്നുണ്ട്, ഇന്റഗ്രേറ്റീവ് തെറാപ്പി വരുന്നുണ്ട്, ദെൻ കപ്പിൾ തെറാപ്പി വരുന്നുണ്ട്, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് DIR മോഡൽ നമുക്ക് പഠിക്കാനുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ദെൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്തുന്നത്, ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി, പ്ലേ തെറാപ്പി, അങ്ങനെ പല തരത്തിലുള്ള തെറാപ്പീസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലാണ്. പിന്നെ നമുക്ക് കൗൺസിലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പേപ്പറാണ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. MPCE 021 എന്ന പേപ്പറാണ് കൗൺസിലിംഗ് സൈക്കോളജി. ഇതിനകത്ത് നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി പഠിക്കുന്നുണ്ട്, അതായത് നമ്മൾ കൗൺസിലിംഗിൽ ഉപയോഗിക്കുന്ന തെറാപ്പീസ്. ഓക്കെ, പിന്നെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ലൈക്ക് ഈറ്റിംഗ് ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കൗൺസിലിംഗ് അപ്രോച്ചസ്, ദെൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഗസ്റ്റാൾട്ട് അപ്രോച്ച്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഗെയിൻ, ദെൻ ABCDE ടെക്നീക്ക്, ദെൻ സോളർ, ഇതൊക്കെ നമ്മൾ ഈ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിലാണ് കവർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ കഴിയും. ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഡിസ്കഷനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാറുണ്ട്. ഈ ഏരിയ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ നടത്താറുണ്ട് കേട്ടോ. അപ്പൊ അതായത് ഓരോ പേപ്പറിനും നിങ്ങൾക്ക് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്ക് അസൈൻമെന്റ് ഡിസ്കഷൻ ആണ് വരുന്നത്. എല്ലാ പേപ്പറിന്റെയും അസൈൻമെന്റ് ഡിസ്കഷൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഓരോ ദിവസം ഓരോ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ അസൈൻമെന്റ് ഡിസ്കഷൻ നടത്തുന്നത്. അപ്പൊ അസൈൻമെന്റ് നിങ്ങൾക്ക് എഴുതേണ്ടത്, ഒരു അസൈൻമെന്റിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് 3 സെക്ഷൻസ് ആണ് അസൈൻമെന്റിൽ ഉണ്ടാകുന്നത്. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. അപ്പൊ സെക്ഷൻ A എന്ന് പറയുന്നത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 45 മാർക്സ് ആണ് ഫസ്റ്റ് സെക്ഷനിലുള്ളത്. 1000 വേർഡ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 എണ്ണം നിങ്ങൾ എഴുതണം. ഓക്കെ, ദെൻ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ, അങ്ങനെ 30 മാർക്സ്. ടോട്ടൽ 100 മാർക്സിലാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 4 പേപ്പറാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 4 പേപ്പർ സോ ഐ തിങ്ക് സോ 4 പേപ്പറാണെന്ന് ആണ് എന്റെ ഒരു ധാരണ. സോ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ പേപ്പറിനും അസൈൻമെന്റ്സ് ഉണ്ടാകും. അസൈൻമെന്റിന്റെ മോഡലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. അപ്പോ നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് ഡിസ്കഷൻ വെക്കും. അപ്പൊ നിങ്ങൾ ലാസ്റ്റിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള സമയം സ്റ്റഡീസിനും എക്സാം ഓറിയന്റഡ് ആയിട്ടൊക്കെ നോക്കാനും ഒക്കെ ടൈം കിട്ടും. അപ്പോ എല്ലാവർക്കും നല്ല ഒരു അക്കാദമിക് ഇയർ ആണ് ഞാൻ ആശംസിക്കുന്നു. നന്നായി പഠിക്കാനും നന്നായി പരീക്ഷ എഴുതാനും നല്ല സ്കോർ വാങ്ങാനും എല്ലാവർക്കും സാധിക്കട്ടെ. മൈ പ്രയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് താങ്ക് യു സോ മച്ച്.